காற்றே என் வாசல் வந்த மெதுவாக கதவு திறந்த காற்றே உன் பேரை கேட்டேன் காதல் என்றார் நேற்று நீ இங்கே இருந்த காற்றே நீ சொல்வாயிற்று வாசத்தில் இருந்ததா சொல்லி சென்றார் பேசு உலகம். ஹலோ சந்தனமாரி, நான் உன்னை பத்தி நினைச்சிட்டு தான் இந்த சவாலா கட் பண்ணிட்டு இருந்தேன். எல்லாமே எனக்கு தெரிஞ்சது. லக்ஷ்மி என்ன கூப்பிட்டு இருந்தா. கல்யாணம் எல்லாம் ஆயிடுச்சுல. சொல்லுவ ஆமா. எனக்கு அங்க உன்ன வந்து பார்த்துட்டு தான் முழுசா கதையெல்லாம் கேட்கணும். நான் சாயங்காலம் உன்னை கூப்பிடுறேன். ஓகே சரி, நான் வச்சிடவா? ലക്ഷ്മി ചേച്ചിയാണോ വിളിച്ചത്? ഇല്ല, സന്തനമാരി. പാറു, അവൾക്ക് കല്യാണം ആയിடுச்சு പാറു. ഫോട്ടോസ് എല്ലാം അനുപ്പി തരാൻ சொல்லிருக்கா. അതെ, ഈ ഗ്യാസ് എന്താ ഓൺ ചെയ്തിട്ടിരുന്നേ? ஐயோ, நான் மறந்துட்டேன். சந்தனமாரியோட கல்யாண விஷயம் பேசிட்டு இருந்தேன். കംപ്ലീറ്റാ മറന്നു പോയിട്ടെ. അയ്യോ, അങ്ങനെ മറന്ന എങ്ങനെയാ? ഗ്യാസിനൊക്കെ ഇപ്പൊ എന്നാ വിലയാ? അത് മാത്രല്ല, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാള് കഴിഞ്ഞാ കിട്ടുന്നതെന്നറിയോ? സൂക്ഷിക്കണ്ടേ? ഇനി ഞാൻ ഗവനിக்கிறேன். ആന്റി, എനിക്ക് കുറച്ച് കട്ടൻ ചായ തരുമോ? ആ തരാനേ. അയ്യോ, ഫോട്ടോസ് എല്ലാം അനുപ്പിயிருக்கா. ஐயோ செல்லமா இருக்கு. அவளோட ഡ്രസ്സിങ് நல்லா இருக்குல்ல? അയ്യോ അയ്യോ അയ്യോ, ഇങ്ങനെയാണോ പിള്ളേർക്ക് ചായ കൊടുക്കുന്നത്? ഗ്ലാസ് കുറച്ചുകൂടെ വൃത്തിക്ക് കഴിയണ്ട. അത് അവിടെ തുറന്നിരുന്ന ഗ്ലാസ് അല്ലേ? ഇത് வந்து நான் അലമ്പി വെച്ച ഗ്ലാസ് தான். அது ഒന്നു കൂടെ ഒന്ന് അലമ്പിനെ, അവളോதான். ഇങ്ങനെ അലമ്പി കൊടുക്കരുതെന്നാ പറഞ്ഞേ. മറിക്കേ, പിള്ളേർക്ക് എന്തേലും കൊടുക്കുന്ന സമയത്ത് വൃത്തിക്ക് കഴുകി കൊടുക്കണം. പിന്നെ ഈ സാധനമൊക്കെ ഇരിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് കഴുകണ്ടേ? അത് ഓൾറെഡി അലമ്പി വെച്ച ഗ്ലാസ് തന്നെ. അതാ പറഞ്ഞത്, തുറന്നിരിക്കുകയല്ലായിരുന്നോ? വൃത്തിക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ വല്ല അസുഖവും വരുന്ന അറിയത്തില്ല. കനകാന്റി എല്ലാം ശ്രദ്ധിക്കുന്നതായിരുന്നു. ഇതിപ്പോ എന്താ പറ്റിയാണ് ആന്റി? ഫോണിലായി കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ ശ്രദ്ധ വരുന്നേ? എന്ത് പറ്റി? അടുക്കളയിൽ ഒരു ചർച്ച, സ്പെഷ്യലിനെ കുറിച്ചുള്ള ചർച്ച വല്ലതാണോ? അതൊന്നും അല്ല, കനകാന്റിയുടെ ശ്രദ്ധക്കുറവിനെ പറ്റി ചർച്ച ചെയ്യുക. അത് പറഞ്ഞതിലൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇടയായിട്ട് ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കാതില്ല. കനകാന്റി ആന്റിക്ക് ഭയങ്കര ശ്രദ്ധ കുറവാണ് അല്ലേ ശിവ? അതെ അതെ, മുമ്പൊക്കെ ഞാൻ ചെന്നൈയിൽ വന്നാണ്ടല്ലോ എന്റെ പുറകെ തന്നെയായിരിക്കും, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇപ്പോഴാണെങ്കിലോ ഞാൻ വന്നിട്ടൊരു മൈൻഡ് പോലും ഇല്ല. അതെങ്ങനെ ശ്രദ്ധ വേണ്ടേ? ആന്റിയുടെ മുഖം മാറി കേട്ടോ. എന്നോട് മുഖം എല്ലാം മാറില്ല. உங்க മനസ്സിൽ இருக்கிறது நீங்க சொன்னீங்க, அவ்வளவுதானே. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഈ പാത്രമൊക്കെ കഴുകാതെ ഇട്ടേക്കുവാ. ഞാനിങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. വീട്ടിലെ അടുക്കളയില് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അടുക്കള വൃത്തിയായിട്ട് കിടക്കുന്നതാ. അത് ആന്റി പറഞ്ഞ പോയിന്റാ. പിന്നെ ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ ആണല്ലോ. ഉള്ളത് പറഞ്ഞാ ഈ അടുക്കളയില് അമ്മുമ്മയും കൂടെ പെരുമാറുന്നോണ്ടാണ് ഈ കാണുന്ന വൃത്തിയെങ്കിലും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത്. കനകാന്റി അടുക്കള ജോലി ചെയ്യുന്നതിനകത്ത് ഭയങ്കര ഫാസ്റ്റാ. അതെ, കനകാന്റി ഒരു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. അതെ അതെ. ഇതിപ്പോ എന്തിനു വേണ്ടി അരിഞ്ഞതായത്? അരിഞ്ഞിട്ട് ബാലൻസ് വെച്ചേക്കുന്നതല്ലേ? എന്തിനാ ഇങ്ങനെ ബാലൻസ് വെക്കുന്നേ? ഇതെന്താ പ്രശ്നം എന്നറിയാവോ? ഈ അരിഞ്ഞത് ഇങ്ങനെ ബാലൻസ് വെക്കും, എന്നിട്ട് ബാലൻസ് വരുന്ന എല്ലാം കൂടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. നാളെ എന്നിട്ട് വേറെ ഏതെങ്കിലും കറിക്ക് എടുത്തിടും. അങ്ങനെയല്ലേ സംഭവിക്കുന്നേ? എന്തൊരു വിഷമാണെന്നറിയാവോ ഇങ്ങനെ ചെയ്യുന്നത്? நான் அப்படியெல்லாம் செய்ய மாட்டேன். இந்த கேஸ் தான் அப்படியெல்லாம் செய்வான். ആര് ചെയ്താലും. ഇന്നലെ തന്നെ ഈ അടുക്കളയുടെ വാതിക്കല് നിറയെ വെള്ളം കിടക്കുന്നു. ആരെങ്കിലും തെന്നി അടിച്ച് ഉരുണ്ട് വീണാലോ? ഭവാനിയും വേണേ ഓടി പിടിപിടുത്ത ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ വീണാലോ? ഞാൻ വീണാലോ? വേണ്ട ഈ കൊച്ച് പാറൂട്ടി വീണാലോ? അതങ്ങ് കാണുമ്പോഴേ തുടച്ച് വൃത്തിയാക്കി ഇട്ടൂടെ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്?
ആന്റി പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നുന്നത്. പാവം കനയാന്റി. ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണമല്ലോ. അതിൽ വലിയ തെറ്റൊന്നുമില്ല. എന്തുവല്ലേ